രാവിലെ വർക്ക് തുടങ്ങിയത് മലാപ്പറമ്പ് നിന്നായിരുന്നെങ്കിലും അതിനു മുമ്പ് ടൗണിൽ എനിക്കൊരു ചെറിയ പണിയുണ്ടായിരുന്നു. അതിരാവിലെ അനിയത്തിയെ KSRTC സ്റ്റാൻഡിൽ കൊണ്ടാക്കുക എന്നുള്ളത്. അവൾ ഇന്ന് തൃശ്ശൂർ പോവുകയാണ്. ഒരു ചാനലിലെ പ്രോഗ്രാമിലേക്കാണ് അവൾ പോകുന്നത്. സത്യത്തിൽ ലൈഫിൽ ഞാൻ അവളെ വിട്ടു നിന്നിട്ടില്ല. ഈ 10-33 കൊല്ലത്തിനകത്ത് 1-2 ദിവസങ്ങൾ മാത്രം. അത് തന്നെ വലിയൊരു ഫീലിംഗ് ആണ്. ആ സങ്കടമൊക്കെ വിട്ടുകൊണ്ട് ഞാൻ നേരെ വർക്കിനിറങ്ങി. ഇന്ന് എനിക്ക് പോവേണ്ടത് മലപ്പുറത്തേക്കാണ്. പക്ഷെ യാത്ര തുടങ്ങി കുറച്ചുപേർ എത്തിയപ്പോൾ തന്നെ ദാഹിച്ചു തുടങ്ങി. ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി സൈഡാക്കിയപ്പോൾ ആദ്യം കണ്ടത് സംഭാരാണ്. അതൊക്കെ കുടിച്ചുകൊണ്ട് ഞാൻ എന്റെ വർക്ക് കണ്ടിന്യൂ ചെയ്തു. വെയിലിന്റെ ചൂടും ഹ്യൂമിഡിറ്റിയും ഭക്ഷണം കഴിക്കാൻ പോലും തോന്നിയില്ല. ഇപ്പൊ കണ്ട എല്ലാ ക്ലിനിക്കിലും കേറുന്നുണ്ട്. അത് വർക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടിയതുകൊണ്ടൊന്നല്ല, AC ഉള്ള ഹോസ്പിറ്റലാകുമ്പോൾ ഒന്ന് സംസാരിച്ചിരിക്കാമല്ലോ. ശരീരത്തിനെ തണുപ്പിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ചൂടാക്കാൻ തന്നെ തീരുമാനിച്ചു. നമ്മുടെ ആ പഴയ റിവേഴ്സ് ടെക്നോളജി കൂട്ടത്തില് ഭക്ഷണം കഴിക്കാത്തതിന്റെ വിഷമം കൂടി ആയപ്പോൾ 1-2 കടികളായി. ആ കോഫി കുടിച്ച് തീരുന്നവരെ വിജനതയിൽ കണ്ണുന്നിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു. ഒടുവിൽ മലപ്പുറത്തെ വേങ്ങരയിലെ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ ഒരു കൗതുകം കാണുന്നത്. എല്ലാം കഴിഞ്ഞ് ബൈപ്പാസിലേക്ക് കയറുമ്പോൾ കൂടെ മറ്റൊരാളും കൂടി വന്നു. ഇനി എനിക്ക് അപ്പോയിന്റ്മെന്റ് ഉള്ള ഒരു സ്ഥലത്തും കൂടി കയറി കഴിഞ്ഞാൽ ഇന്നത്തെ എന്റെ വർക്ക് കഴിയും. അവിടേക്കാണ് അടുത്തായിട്ട് പോയത്. അങ്ങനെ അവിടുത്തെ വർക്കും കൂടി കഴിഞ്ഞപ്പോൾ ഇന്നത്തെ എന്റെ വർക്ക് തീർന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ദിവസം തീർന്നല്ലോ എന്ന് കരുതിയപ്പോഴാണ് അന്നത്തെ ദിവസത്തിന്റെ ബാക്കി പണിയിരിക്കുന്നത്. ഇന്നലെ വരെ വർക്ക് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ഒരു ഡയറിയിൽ എഴുതി വെക്കാറുണ്ട്. അതെല്ലാം കൂടി ഇന്ന് അപ്ലോഡ് ചെയ്യണം. അതും കൂടി കഴിഞ്ഞാലേ ഇന്നത്തെ എന്റെ പണി തീരും. പിന്നെ ഭക്ഷണം പോലും കഴിക്കാതെ അതിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. സാധാരണ ഞാൻ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വർക്ക് ചെയ്തത് ബുധനാഴ്ചയാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വർക്ക് ചെയ്തത് ശനിയാഴ്ചയും. ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ